മേരി റോയി അവിടെ ഒരു പള്ളിക്കൂടം നടത്തുമ്പോൾ അതിനെതിരെ അവരെ ഏറ്റവും കൂടുതൽ ബ്യൂറോക്രാറ്റിക്കായിട്ട് ഉപദ്രവിച്ച ആളാണ് നമ്മുടെ അൽഫോൺസ് കണ്ണന്താനം. അന്ന് അവിടെ കളക്ടറായിരുന്നു. അൽഫോൺസ് കണ്ണന്താനത്തെ പേര് പറയാതെ ഒരു അധ്യായം മുഴുവൻ നിശിതമായിട്ട് തന്നെ വിമർശിക്കുന്നുണ്ട്. കോമ്രേഡ് നമ്പൂതിരിപ്പാടെന്ന മറ്റാണെന്ന് തോന്നുന്നു പറയുന്നത്. ആ നോവലിൽ ഒരു പരാമർശമുണ്ട്. ആ കാലത്ത് കേരളത്തിൽ വലിയ തോതിലുള്ള വിമർശം അരുന്ധതി റോയ്ക്കെതിരെ ആ കാലത്ത് തന്നെ ഉണ്ടായി. ഐ കുഡിൻറ്റ് ബിലീവ് ഇറ്റ്. ഹി വാസ് ജീസസ്. ഹി വാസ് റോക്ക് ആൻഡ് റോൾ ആൻഡ് ഹി ഹാഡ് വാക്ക്ഡ് ഓൺ വാട്ടർ all the way from Woodstock to Kerala just to meet me. I was nearly 50. He was 19. And for the first time in my life, I understood what sexual desire was. എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ അരുന്ധതി റോയിയുടെ മദേഴ്സ് മേരി കംസ് ടു മീ എന്ന ബുക്ക് ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. നിരൂപകർക്കിടയിൽ മാത്രമല്ല വിൽപ്പനയിലും ഈ ബുക്ക് വളരെ ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കുകയാണ്. ഈ ബുക്കിനെ കുറിച്ചാണ് ഇത്തവണ ബോണസ് കണ്ടന്റ് പരിശോധിക്കുന്നത്. നമ്മൾ ഈ ബുക്കിലേക്ക് വന്നാലേ ഇത് പൊതുവാർത്താ തലത്തിൽ ചർച്ചയാവുന്ന രീതിയിലെ കവർ പേജ് കൊണ്ടാണ്. അത് ഒരു ഹൈക്കോടതിയിൽ ചർച്ചയാവുകയും ഇത് എന്താണ് ഇതിൻ്റെ ഒരു കണ്ടന്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സ്വീകരിക്കപ്പെടുന്നത്? ഇപ്പോൾ നമ്മൾ ഈ പുസ്തകത്തെ പറ്റി സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ സിഗരറ്റ് വലി ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് നമ്മൾ പറയേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്ന വിവാദം. ഇതിൻ്റെ കവർ പേജിൽ എഴുത്തുകാരി പുകവലിക്കുന്നൊരു ചിത്രമുണ്ട്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മുടെ സംഭാഷണം തുടങ്ങുന്നത്. ഞാൻ തമാശയായിട്ട് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ചർച്ചയായത് പ്രത്യേകിച്ചും ഈ പറയുന്ന ഈ മുഖചിത്രത്തിലെ പുകവലിക്കുന്ന അരുന്ധതിയുടെ ചിത്രം ഒരു കോടതി വ്യവഹാരത്തിലേക്ക് പോയി. അതിന് കോടതി തള്ളിക്കളഞ്ഞു. കാരണം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിലൊന്നും പെടില്ല, പക്ഷേ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊതുവായിട്ട് ഒന്നുകൂടെ ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ അരുന്ധതി റോയിയുടെ ഒരു പുസ്തകം ഇറങ്ങുന്നു എന്നത് ആ നിലക്ക് തന്നെ ഇറങ്ങിയ സമയത്തും ഇറങ്ങുന്നതിന് മുമ്പും വലിയ തോതിൽ ചർച്ചയായതാണ്. ഒന്ന്, വളരെ കാത്തിരിക്കുന്നൊരു പുസ്തകമാണ്. നേരത്തെ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഇത് വലിയ ചർച്ചയായിട്ടുള്ള ഒരു പുസ്തകമാണ്. വായിക്കുന്ന ആളുകൾ കാത്തിരിക്കുകയായിരുന്നു. രണ്ട്, അരുന്ധതി റോയി ഈ കാലത്തും അവർ എഴുത്തിൻ്റെ മേഖലയിലേക്ക് വന്ന് ശ്രദ്ധേയായ കാലത്തെല്ലാം വളരെ വലിയ ശ്രദ്ധ എപ്പോഴും ഒരു വരിയും വാക്കും എഴുതിയാലും വർത്തമാനം പറഞ്ഞാലും പോലും ശ്രദ്ധയിൽപ്പെടുന്ന ഒരാളാണ്. കാരണം രാഷ്ട്രീയമായിട്ട് അവരെടുക്കുന്ന നിലപാടുകൾ, പുസ്തകത്തിന് ബുക്കർ പ്രൈസ് കിട്ടി ആ കാലത്ത് വലിയ വാർത്തയായിരുന്നു. പിന്നീട് ആളുകൾ ബുക്കർ പ്രൈസ് ഇന്ത്യക്കാർ വേറെയും വാങ്ങി. പക്ഷേ ആ കാലത്ത് അത് വലിയ വാർത്തയായിരുന്നു. പിന്നീട് പക്ഷേ അവർ നോവലിൽ നിൽക്കാതെ സാഹിത്യത്തിന് പുറത്തുള്ള രാഷ്ട്രീയ സംഭവങ്ങളിലേക്കൊക്കെ പോയതുകൊണ്ട് പറയുന്ന വാക്കുകളെല്ലാം വലിയ തോതിൽ വിവാദങ്ങളും ചർച്ചയുമായി മാറുക, നമ്മുടെ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പക്ഷത്തുപ്പെട്ട ആളുകൾക്ക് ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരാളായിട്ട് മാറുക, എന്നാൽ ഇൻ്റർനാഷണലി വലിയ തോതിൽ അക്ലൈംഡ് ആയിട്ടുള്ള വലിയ ആരാധനയും വലിയ വായനാ സമൂഹമുള്ളൊരു എഴുത്തുകാരിയായിട്ട് മാറുക. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പിന്നീട് അവരുടെ അമ്മ മരിച്ചു. അമ്മയാണെങ്കിൽ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായിട്ടുള്ള ആളാണ് മേരി റോയി. അപ്പോൾ അമ്മയെ പറ്റിയാണ് അവരുടെ പുസ്തകം എന്നതും ആ നിലക്ക് കേരളത്തിൽ അധിക ശ്രദ്ധ ഉണ്ടാകാനുള്ള കാരണമായിരുന്നു. അതുകൊണ്ട് ഈ പുകവലി ചിത്രം എന്നത് ഈ കാലത്തൊരു വാർത്തയായെങ്കിലും അവരുടെ പുസ്തകം എന്നത് തന്നെയും വലിയ വാർത്തയായിരുന്നു. അതിൽ ഈ കവർ പേജിൽ തന്നെ കൊടുങ്കാറ്റ്, എൻ്റെ അഭയം, പിന്നീട് എൻ്റെ ഗ്യാങ്സ്റ്റർ എന്നാണ് അമ്മയെക്കുറിച്ച് ഒരു വിശേഷിപ്പിച്ച ഒരു കുറിപ്പ് പോലെയുണ്ട്. അത് വായിച്ച് ആ കവർ വായിച്ച് ഉള്ളിലേക്ക് പോകുമ്പോൾ അത് വ്യത്യസ്തമായ ഒരു അനുഭവമാണെന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. ആണ്. അതിപ്പോൾ അമ്മയെക്കുറിച്ചുള്ളൊരു പുസ്തകം, പോയ അമ്മയെക്കുറിച്ച് അവരെഴുതുന്ന ഒരു പുസ്തകം അവർ വളരെ സ്നേഹത്തോടെയും മറ്റുമാണല്ലോ ചിത്രീകരിച്ചിരുന്നത്. അതുകൊണ്ട് ആ നിലക്കുള്ളൊരു പുസ്തകമാണ് എന്നത് അതുകൊണ്ട് തന്നെ വലിയ കൗതുകം ഉണ്ടാക്കിയത്. പിന്നെ മേരി റോയി ഒരു ലെജൻഡറി. അതെ, മേരി റോയി അതാണ് നമ്മുടെ നാട്ടിലെ ഈ രാഷ്ട്രീയ സാമൂഹ്യ സംഭവങ്ങൾ ശ്രദ്ധിക്കുന്ന, നമ്മുടെ കേരളത്തിൻ്റെ അടക്കം ചരിത്രത്തിലൊക്കെ താല്പര്യമുള്ള സീരിയസ് ആയിട്ടുള്ള ആളുകളുടെ പ്രശ്നം ഈ മേരി റോയിയും ഒരു വലിയ ലെജൻഡറി ആളാണ്. കാരണം നമ്മുടെ സൊസൈറ്റിക്കകത്ത് വളരെ വലിയൊരു നിയമനിർമ്മാണത്തിന് കാരണമായ, ഒരുപാട് കാലം ഫൈറ്റ് ചെയ്തിട്ടൊരു വലിയ നിയമനിർമ്മാണം സാധ്യമാക്കിയ ആളാണ്. പിന്നെ ഈ പള്ളിക്കൂടം എന്ന് പറയുന്നൊരു ബദൽ സ്കൂൾ ധാരയിലൂടെ കോട്ടയത്തിൻ്റെ അതുവഴി പൊതുവിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വലിയ ഒരു ലെജൻഡറി ഫിഗറാണ് ആ അർത്ഥത്തിൽ അങ്ങനെ നോക്കുന്ന ആളുകൾക്ക്. അപ്പോൾ അവർ തന്നെയും ഒരു വലിയ വാർത്താ താരമാണ്. അപ്പോൾ അവരെക്കുറിച്ച് അതേക്കാൾ വലിയ ഏരിയയിൽ വിഹരിക്കുന്നൊരു വാർത്താ താരമായിട്ടുള്ള അരുന്ധതി റോയി എന്തായിരിക്കും എഴുതുക എന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു വാക്ക് വന്നപ്പോൾ അമ്മയെ പറ്റിയുള്ള വലിയ പ്രശംസ, നമ്മൾ സാധാരണ അമ്മയെ പറ്റി എഴുതുന്ന ഒരു എഴുത്തുകാരൻ എഴുതുക അതിൻ്റെ ഏറ്റവും വലിയ വാക്കുകൾ, അവരുടെ കൈവശമുള്ള ഏറ്റവും സ്തുതി ഉള്ള വാക്കുകളാണല്ലോ എടുത്താണല്ലോ പ്രയോഗിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കരുതുക. പക്ഷേ അങ്ങനെ ഉണ്ട്. നമ്മളിപ്പോൾ വായിച്ചു കഴിയുമ്പോൾ അമ്മയെ ഏറ്റവും നന്നായിട്ട് തന്നെയാണ്, അമ്മയുടെ ഹിസ്റ്റോറിക്കലായുള്ള പ്രാധാന്യം ഒക്കെ ഏറ്റവും ഗംഭീരമായിട്ട് വെക്കുകയാണ്. അമ്മയോടുള്ള ഏറ്റവും വലിയ അടുപ്പം തന്നെയാണ് അതിനകത്തുള്ളത്. പക്ഷേ അതേസമയം എന്നാൽ അമ്മ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഏറ്റവും നല്ല അമ്മ എന്ന നിലക്കല്ല, അവരുടെ ഡാർക്ക് സൈഡും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയത്, ഒരാൾ മറ്റൊരാളെ പറ്റി ഏറ്റവും സ്നേഹത്തോടെ എഴുതുകയാണ്, അവരോട് ഏറ്റവും വലിയ ആദരവോടെ എഴുതുകയാണ്, അതും സ്വന്തം അമ്മയെക്കുറിച്ച് എഴുതുകയാണ്. പക്ഷേ അതേസമയം തന്നെ
ആ അമ്മയുടെ ഡാർക്കർ സൈഡ് അതിൻ്റെ ഏറ്റവും വലിയ തീവ്രതയിൽ തന്നെ ചിത്രീകരിച്ചിരിക്കുകയാണ് എന്നാണ്. അവർ വളരെ അബ്യൂസീവായിട്ടുള്ളൊരു അമ്മയായിരുന്നു. അവർ കുട്ടികളോട് വളരെ ഒട്ടും നന്നല്ലാതെ പെരുമാറിയിരുന്ന ആളായിരുന്നു. വല്ലാതെ തല്ലുമായിരുന്നു. അവരുടെ സഹോദരനോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയിരുന്നത്. ഈ കുട്ടിയെ തന്നെയും അങ്ങേയറ്റം ഒരു കുട്ടിയോട് അമ്മ പെരുമാറാൻ പാടില്ലാത്ത വിധത്തിൽ വളരെ അടിച്ചും തല്ലിയും വഴക്കിട്ടും ഉപേക്ഷിച്ച് കളഞ്ഞും ആവശ്യമുള്ള സമയത്തൊന്നും കൂടെ നിൽക്കാതെയും ഒക്കെ പെരുമാറിയിരുന്നൊരു അമ്മ കൂടെയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ പുസ്തകം വായിച്ച് തീരുമ്പോൾ എന്താ തോന്നുക, അവരുടെ അമ്മയോട് ഏറ്റവും ആദരവുള്ള ഏറ്റവും സ്നേഹമുള്ള ആളായിട്ട് തന്നെയാണ് നമ്മൾ ആ പുസ്തകത്തിൽ കാണുകയും ഈ അരുന്ധതിയുടെ ഒരു ഇറങ്ങിപ്പോക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൽ തന്നെ ഈ അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ് ഇറങ്ങി പോകുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ പുസ്തകത്തിൽ ഇപ്പം ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ അതിൻ്റെ സമർപ്പണ വാചകം തന്നെ വിട്ടുപോകാൻ പാകത്തിന് എന്നോടൊപ്പം നിന്ന അമ്മയ്ക്ക് എന്നാണ്. എന്നുവെച്ചാൽ എന്നെ പോയിക്കോളാൻ ഉപേക്ഷിച്ച് കളയാൻ മാത്രം സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ള മട്ടിൽ അവരെഴുതുന്നത്. പക്ഷേ ഈ പുസ്തകത്തിൽ അവരെ തിരുത്തുകയാണ്, അതൊരു കള്ളമായിരുന്നു എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്, അവരുടെ സഹോദരൻ പറയുന്നുണ്ട്. അങ്ങനെയല്ല, ഇതൊരു കള്ളമായിരുന്നു. അപ്പോൾ സഹോദരൻ കളിയാക്കി പറയുന്നത് അതാണ് അതിനകത്തുള്ള ഏക ഫിക്ഷൻ എന്നാണ്. അതായത് ഇതൊരു ജീവചരിത്ര പുസ്തകം പോലെ അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കുടുംബത്തിലെ കഥകളെ ഫിക്ഷനൈസ് ചെയ്ത് എഴുതിയതാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അതുകൊണ്ട് തന്നെ ഫിക്ഷനായി നിൽക്കുന്ന ഏക കാര്യം ഇതാണ്, അമ്മ അങ്ങനെ ആയിരുന്നില്ല, അമ്മ ഉപേക്ഷിച്ച് കളയായിരുന്നു ചെയ്തത് എന്നാണ്. ഇതിനകത്ത് നമ്മൾ ആകെ വായിക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഇപ്പം അമ്മ മേരി റോയി വളരെ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ അബ്യൂസീവായിട്ടുള്ള അക്കാലത്തെ വലിയ പാട്രിയാർക്കൽ ഫിഗറായിരിക്കുന്ന ഒരു ഭീകരനായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു അച്ഛൻ, തല്ലി കുട്ടികളെ വളർത്തണമെന്നൊക്കെയുള്ള ഒരു വലിയ ആ തരത്തിലുള്ളൊരു ഫിഗറായിട്ടുള്ള പിതാവ്. ആ പിതാവിന് രക്ഷ നേടാൻ വളരെ ചെറിയ പ്രായത്തിൽ ആദ്യം കണ്ട ആളെ തന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ച് അയാളുടെ കൂടെ പോകണം. അത് ബംഗാളി ഹിന്ദുവാണ്. അവരുടെ കൂടെ കല്യാണം കഴിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ അയാൾ പോകുന്നത് അവിടെ അസാമിലെ ഒരു ടീ എസ്റ്റേറ്റ് മാനേജറാണ്. അപ്പോൾ അവിടെ പോയി താമസിക്കണം. 2 കുട്ടികളുണ്ടാവണം വളരെ ചെറിയ പ്രായത്തിൽ. പക്ഷേ ഇയാളുടെ കൂടെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് കരുതിയിട്ട് മേരി റോയി അവിടെ നിന്ന് തിരിച്ച് ഓടി വരികയാണ്. 2 കുട്ടികളെ, ചെറിയ കുട്ടികളെയും കൊണ്ട് 2-3 3 വയസ്സുള്ള സമയത്ത് തിരിച്ച് ഓടി വന്നിട്ട് എവിടെ വരികയാണ്, ഊട്ടിയിലേക്ക് വരികയാണ്. ഊട്ടിയിൽ ഈ അച്ഛൻ്റെ എന്ന് വെച്ചാൽ മേരി റോയിയുടെ പിതാവിൻ്റെ ഒരു സ്ഥലം അവിടെയുണ്ട്. അവിടെ തൊട്ടാണ് ഈ പറയുന്ന പിന്നീട് ചരിത്രമായി മാറിയ ഈ കേസുകൾക്കൊക്കെ ആരംഭം. കാരണം അവിടെ അവർ താമസിക്കുമ്പോൾ, കുട്ടികളായിട്ട് താമസിക്കുമ്പോൾ അവരുടെ സഹോദരനും അവരുടെ അമ്മയും വരികയാണ്. നിനക്ക് അവകാശപ്പെട്ടതല്ല ഈ സ്ഥലം. കാരണം എന്താണ്, ഇവരുടെ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ പെൺകുട്ടികൾക്ക് അച്ഛൻ്റെ പിതാവിൻ്റെ സ്വത്തിൽ അവകാശമില്ല. അപ്പോൾ ഈ ഊട്ടിയിലെ വീട് നിനക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ അവരവിടെ പുറത്തുതാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ തല്ലും വഴക്കുമൊക്കെ ഉണ്ടാവുകയാണ്, വലിയ കുടുംബ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. അത് പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് കേസിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് ഇത് ആരംഭിക്കുന്നത്. ഇതിനകത്തൊക്കെ നിന്നിട്ട് ഈ അച്ഛനില്ലായ്മ, അമ്മയാണെങ്കിൽ വളരെ റഫായിട്ട് ലോകത്തോട് പ്രതികരിക്കുന്ന ഒരാൾ, ഇതിനിടയിൽ അരണ്ട് നിൽക്കുന്ന ഈ 2 കുട്ടികളെയാണ് നമ്മളിത് ആകപ്പാടെ കാണുക. യഥാർത്ഥത്തിൽ അമ്മയെക്കുറിച്ചുള്ള പുസ്തകമാണ് അവർ എഴുതുന്നതെങ്കിലും അവരുടെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഒരു ജീവചരിത്രമാണ് യഥാർത്ഥത്തിൽ മദർ മേരി കംസ് ടു മീ എന്ന് തോന്നുന്നു നമുക്ക്. അപ്പം അതിനകത്ത് നമ്മൾക്ക് സാധാരണമായ ജീവിതം കിട്ടി വളർന്നിട്ടുള്ള ആളുകൾക്ക് പോലും, അതിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച ആളുകൾക്ക് പോലും ഇത് വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു അനുഭവമാണ് വായിക്കുന്നത്. അങ്ങേയറ്റം ട്രോമാറ്റിക് ആയിട്ടാണ് കുട്ടികൾ വളരുന്നത്. എങ്ങനെയാണ് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയും ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ ഈ അമ്മ ഒട്ടും മോശമായിട്ട് നന്നായിട്ടല്ലാതെ ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ്. ഇപ്പം അരുന്ധതി റോയി വളരെ ചെറിയ പ്രായത്തിൽ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഒരു മുതിർന്ന ബന്ധുവിനാൽ. അതവരതിനകത്ത് എഴുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭയമാകും. അതായത് അവർക്ക് പ്രൈവസി ആയിട്ടുള്ള ഒരു സ്ഥലമേ ഇല്ല. അവർ വളരെ കൂടുതൽ ആളുകൾക്കിടയിലാണ് ജീവിക്കുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ പള്ളിക്കൂടം എന്ന് പറയുന്ന സ്കൂൾ ഉണ്ടാക്കുമ്പോൾ ആ സ്കൂളിനകത്താണ് സ്കൂളിനകത്ത് തന്നെയാണ് അവരുടെ താമസ സ്ഥലവും. അവരവിടെയാണ് അവരുടെ വീടും സ്കൂളും ഒക്കെ ഒന്നാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു വിശാലമായിട്ടുള്ള തുറന്ന ഒരു ലോകത്ത് അമ്മയുടെ പോലും സംരക്ഷണമില്ലാതെ, അച്ഛനില്ല കൂടെ, അമ്മയുടെ പോലും ശരിയായ അർത്ഥത്തിലുള്ള ഒരു മാതൃ സംരക്ഷണമില്ലാതെ 2 കുഞ്ഞുങ്ങളിങ്ങനെ വളരുകയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് മേരി റോയി പുറം സമൂഹത്തോട് എന്തൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെപ്പാടെ ഇവർ ഇങ്ങനെയല്ലോ പെരുമാറേണ്ടിയിരുന്നെന്ന് തോന്നും. മുതിർന്ന ശേഷം അവർ ഈ പറഞ്ഞ ഒളിച്ചോട് 16-ാമത്തെ വയസ്സിൽ അവർ പോവുകയാണ്. അവർക്ക് ശരിയാണ്, അവർക്കൊരു ഒരു എലീറ്റായിട്ടുള്ള കുടുംബമാണ് അവരുടെ ജീവിത സാഹചര്യമൊക്കെ അങ്ങനെയാണ്. ഡൽഹിയിൽ അവർക്ക് ബന്ധുക്കളുണ്ട്. പക്ഷേ എന്നാലും 16 വയസ്സിലൊരു കുട്ടി കോട്ടയത്ത് നിന്ന് എറണാകുളം വരെ വന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഇവിടുന്ന് ഒരു ട്രെയിനിൽ കയറി ഡൽഹിയിലേക്ക് ആദ്യമായിട്ട് പോയി ചെല്ലുകയാണ്. പിന്നീട് അവിടെ ചെന്നപ്പോൾ ബന്ധുക്കളിൽ നിന്നൊക്കെ മാറിയിട്ട് പിന്നീട് പക്ഷേ അവർ പഠിക്കുന്ന സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിലേക്ക് അങ്ങ് മാറുന്നു, അവിടെ താമസിക്കുന്നു. അങ്ങനെ പിന്നെ ബാക്കി നമ്മൾ തോന്നുന്ന ഒരു മദ്യപാനത്തിൻ്റെയും ആ തരത്തിലുള്ള വേറൊരു തരം ജീവിതത്തിലേക്ക് അവർ പോവുകയാണ്. ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എന്നാൽ അതിൻ്റേതായിട്ടുള്ള ഒരു അരാജക ജീവിതത്തിലേക്ക് എന്നൊക്കെ പറയാവുന്ന ഇതിലേക്ക് അങ്ങ് പോവുകയാണ്. അതിൻ്റെ എല്ലാം വിശദമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം മുതിർന്നതിന് ശേഷം പിന്നെ അവർക്ക് അവരെ നോക്കാൻ അറിയാം. പക്ഷേ അതുവരെയുള്ള കുട്ടിക്കാലം എന്നത് വായിക്കുന്നത് നമ്മളെപ്പോലും ട്രോമാറ്റിക് ആക്കുന്നതാണ്. അതാണ് ഈ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ കൊണ്ട് ചിലപ്പോൾ കുടുംബത്തെ വെറുക്കുന്നു, അമ്മയെ വെറുക്കുന്നു, ആ രീതിയിലുള്ളൊരു ഇതാണ് സിനാരിയോ ആണ് നമ്മൾ സിനിമയിലായാലും നോവലിലായാലും ഒക്കെ കണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിൽ അങ്ങനെയല്ല പറയുന്നതെന്ന് പറയുന്നു. അതിനകത്ത്
യഥാർത്ഥത്തിൽ ഈ കുട്ടിക്കാലത്തെ വലിയ ട്രോമ കൊണ്ട് അമ്മയെ വെറുക്കുന്നുണ്ട് ആര്? സഹോദരൻ. ഇവർക്കും വെറുപ്പുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനത് എടുത്ത് വായിക്കാൻ പറഞ്ഞാൽ എടുത്ത് വായിച്ചാൽ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് മുമ്പിൽ വെച്ചിട്ട് അധിക്ഷേപ വാക്കുകൾ, അതും എങ്ങനെ വോർ എന്നൊക്കെ വിളിച്ചിട്ടാണ് അധിക്ഷേപിക്കുന്നത് അമ്മ മകളെ ചെറിയ പ്രായത്തിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഞെട്ടിപ്പോകുന്ന വിധത്തിൽ, നമ്മൾക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ പൊതുവിൽ അങ്ങനെ പറഞ്ഞു കേൾക്കാത്ത വിധത്തിൽ, പ്രത്യേകിച്ച് ഒരു എലീറ്റ് കുടുംബമാണല്ലോ, അപ്പോൾ അത്തരത്തിൽ അവിടങ്ങളിൽ അകത്തുണ്ടാകുന്ന ആന്തരിക പ്രശ്നങ്ങൾ നമ്മൾ പുറത്തേക്ക് അങ്ങനെ അറിയില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ വളരെ തുറന്നെഴുതിയിരിക്കുകയാണ് അവർ. ഇവരത്യാവശ്യം പഠിക്കുന്ന ആളാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇവർ അരുന്ധതി റോയ് നല്ല മാർക്കുകൾ വാങ്ങും. പിന്നെ ബോർഡിംഗ് സ്കൂളിലൊക്കെയാണ് പഠിക്കുന്നത്. പക്ഷേ ഈ കുട്ടി സഹോദരൻ അങ്ങനെയല്ല. സഹോദരനെ വല്ലാത്ത തോതിൽ തല്ലുമായിരുന്നു. പിന്നെ ഇവർ പറയുന്നത്, അരുന്ധതി പറയുന്നത്, അമ്മയ്ക്ക് പല കാരണങ്ങളാൽ ഈ ആണധികാര ലോകത്തോട് എതിർപ്പുണ്ട്. അത് ആണുങ്ങളോട് തന്നെയുള്ള വിദ്വേഷമായിട്ട് വളർന്നിട്ടുണ്ട്. അത് സ്വന്തം മകനായിരുന്നിട്ട് പോലും ഈ കുട്ടിക്ക് മേൽ ഇവർ ചാർത്തി വെച്ചിരുന്നോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്ന് അവർ പലപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇത് പുറത്തേക്കുള്ള, ലോകത്തിന് പുറത്തേക്കുള്ള, വീടിന് പുറത്തേക്കുള്ള യാത്രയാണ് അവരെ ഷേപ്പ് ചെയ്തതും അവരതിൽ സന്തോഷിക്കുക ചെയ്യുന്നത്. പക്ഷേ ദീർഘകാലത്തേക്ക് അവർ അമ്മ നീ എങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ചിട്ടേ ഇല്ല എന്നതാണ്. പിന്നീട് അവർ ലോകത്തേക്ക് അങ്ങ് പോവുകയാണ്. അവരവിടെയാണ് സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നത്, കാമുകന്മാരെ ഉണ്ടാക്കുന്നത്, പിന്നീട് അവരുടെ ജീവിതത്തിലെ ഭർത്താവായിട്ട് മാറിയ ആളെ കണ്ടെത്തുന്നത്, അങ്ങനെ ജീവിതം വേറെ വഴിക്ക് പോകുന്നത്. ഈ സാഹോദര്യം, കോമഡേഷിപ്പ്, ഇതൊക്കെ ഇതിലെ ഒരു തീമായിട്ട് അത് നമ്മൾ വായിക്കുന്ന ആളുകൾക്കനുസരിച്ച് പല തീമോ, ഇതിനിപ്പം വായിക്കുന്ന ആളുകൾക്കനുസരിച്ച് പലതുമായിട്ട് മാറുമായിരിക്കും. ഇതിനകത്ത് അമ്മ മകൾ ബന്ധം എന്നത് വളരെ, ഒരുപക്ഷെ എനിക്കൊന്ന് സ്ത്രീകൾക്ക് നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാകുന്ന വിധത്തിൽ, സ്വന്തം അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാകുന്ന വിധത്തിൽ അതുണ്ടെന്ന് തോന്നുന്നു. കാരണം അമ്മയും മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നത് അതിനകത്ത് വളരെ കൃത്യമായിട്ടുണ്ട്. ഇപ്പോൾ അവസാന കാലമൊക്കെ എത്തുമ്പോഴാണെങ്കിൽ അമ്മ ആശുപത്രിയിൽ മരണാസന്നയായിട്ട് കിടക്കുമ്പോഴൊക്കെ അവർ വളരെ നല്ല സ്നേഹത്തിലേക്കൊക്കെ എത്തുന്നുണ്ട്. അപ്പം അത് നമ്മൾ പല ആളുകൾക്ക് ഒരുപക്ഷെ അവരവരുടെ ജീവിതത്തോട് ചേർത്ത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. നിയമപോരാട്ടം നടത്തിയ സഹോദരനുമായിട്ട് അത് വേറൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ പലതായിട്ട് നമുക്ക് വായിച്ചെടുത്തത്. അപ്പോൾ ആൺ സുഹൃത്തുക്കളോടുള്ള ബന്ധമുണ്ട് ഭയങ്കര, അവരുടെ ജീവിതത്തിൽ എപ്പോഴും വളരെ കെയർ ആയിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ ഷെയ്പ്പ് ചെയ്തിരിക്കുന്ന ആണുങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. അവരെ പറ്റിയൊക്കെ വളരെ വളരെ റിഗാർഡോടുകൂടി പറയുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധമുണ്ട്. ഇവരും ഇവരുടെ സഹോദരനും തമ്മിലുള്ള ബന്ധമുണ്ട്. അത് വളരെ സ്നേഹപൂർവ്വമാണ്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രകാശന ചടങ്ങിൽ വന്നല്ലോ, സഹോദരനും ഒക്കെ ഉണ്ടായിരുന്നു, ഇവരുടെ ബന്ധുക്കളെല്ലാം വന്നു ഇവിടെ കൊച്ചിയിൽ സെൻറ്റ് തെരേസാസിൽ നടന്ന പരിപാടിയിൽ. അപ്പോൾ അതിനകത്ത് അയാളും നല്ല നിലക്ക് സഹോദരൻ പിന്നീട് ജീവിതത്തിൽ രക്ഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവർ ഈ ട്രോമാറ്റിക് ആയിട്ടുള്ള അമ്മയിൽ നിന്ന് അബ്യൂസ് നേരിട്ട് വളർന്നു വന്ന ഈ കുട്ടികൾ തമ്മിലുള്ളൊരു ബന്ധം എന്നത് അവർ വളരെ വളരെ അത് നല്ല തോതിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് അവർ. അതുപോലെ ഈ മേരി റോയിയും അവർ ഫൈറ്റ് ചെയ്ത എന്ന് വെച്ചാൽ, ഇവർ രണ്ട് ചെറിയ പൊടി കുഞ്ഞുങ്ങളായിട്ട് ഊട്ടിയിലെ വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ അവരെ അവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി വന്ന ബ്രദറുണ്ട്, ജി ഐസക്ക് എന്നാണ് പറയുന്നത്, ജി ഐസക്ക്. അപ്പോൾ ഈ ഐസക്ക് നോട് പക്ഷേ അവസാന കാലത്ത് അവർ തമ്മിൽ വളരെ കൂട്ടായി മാറുന്നൊരു കാര്യം അവർ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയും നമുക്ക് കാണാം, പലരും വായിച്ചെടുക്കുക പലതരത്തിലായിരിക്കും പുസ്തകം. ഇതിപ്പോൾ ഒരു ജീവചരിത്ര പുസ്തകമാണ്, റിയൽ ഫിക്ഷൻ അല്ല, നോൺ ഫിക്ഷനാണ്, ഒരു ആത്മാംശം എഴുതി വെച്ചിരിക്കുകയാണ്. പക്ഷേ സാധാരണ ഫിക്ഷൻ പുസ്തകങ്ങൾക്കുള്ളതുപോലെ നമ്മൾ വായിക്കുന്ന ആളുകളുടെ മനസ്സിലെന്താണോ അതിനനുസരിച്ച് ഇതിൻ്റെ ആംഗിൾ, ഇതാണ് പ്രധാനപ്പെട്ട ആംഗിൾ എന്ന് തോന്നുന്ന ഒരു പുസ്തകമായിട്ട് കൂടിയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അങ്ങനെയുണ്ട്. അരുന്ധതി റോയിയെ നമ്മൾ പറയുമ്പോൾ ഒരു റിബൽ കൾച്ചറുള്ള, അല്ലെങ്കിൽ ഏത് സമയത്തും ഗവൺമെൻറ് ഭരണകൂടത്തോട് ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. അതൊരു രൂപപ്പെടുത്തുന്നതിലൊരു ആ സിനാരിയോ ഇതിൽ വിവരിക്കുന്നുണ്ടോ? ആണ്. അത് ഉണ്ട്. രാഷ്ട്രീയം ഒരു ഘട്ടത്തിന് ശേഷം പിന്നെ ഹാർഡായിട്ടുള്ള പൊളിറ്റിക്സിലേക്ക് അവർ നീങ്ങിയല്ലോ. അതായത് ബുക്കർ പ്രൈസ് വാങ്ങുന്നത് വരെയുള്ള ജീവിതത്തെ അവർ എഴുതുന്നത് അവരുടെ വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ്. പക്ഷേ പിന്നീട് അത് കഴിയുമ്പോഴേക്ക് ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെയും ഈ ബാൻഡിറ്റ് ക്വീനെ പറ്റിയിട്ടൊരു ലേഖനം എഴുതുന്ന സമയം തൊട്ട് അവർ സമൂഹത്തോട് ഭയങ്കരമായിട്ട് കലഹിക്കുകയാണ്. അതായത് ആളുകൾ അങ്ങ് വിട്ടുകളഞ്ഞേക്കാമെന്ന് വിചാരിക്കുന്ന പല സ്ഥലങ്ങളിൽ അവർ, ഇപ്പോൾ പ്രത്യേകിച്ച് ബാൻഡിറ്റ് ക്വീൻ നമ്മുടെ ഫൂലൻ ദേവിയുടെ ജീവിതത്തെക്കുറിച്ച് ശേഖർ കപൂർ എടുത്ത സിനിമയാണ്. അപ്പോൾ അതൊരു വലിയ തോതിലാണ്. അക്കാലത്ത് നമ്മൾക്ക് ഓർമ്മയുണ്ടല്ലോ, ശേഖർ കപൂർ എടുത്ത വലിയ ധീരമായിട്ടൊരു സിനിമയാണ് ഈ ബാൻഡിറ്റ് ക്വീൻ എന്ന് വെച്ചാൽ ഫൂലൻ ദേവിക്ക് അനുകൂലമായ സിനിമയാണ് എന്നാണല്ലോ നമ്മളെല്ലാം ആ ഘട്ടത്തിൽ മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ എല്ലാവരും അഭിനന്ദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരതിനെതിരെ ഇവരെ ഒരു ഒരു ഉപഭോഗ വസ്തുവാക്കുകയാണ് എന്ന മറ്റുള്ള ലേഖനം എഴുതുന്നത്. അതായത് അത് നിങ്ങളുടെ പുറത്തു നിന്നുള്ളൊരു നോട്ടമാണ്, നിങ്ങൾ അവരെ യൂസ് ചെയ്യുകയാണ് എന്ന മറ്റുള്ള ഇവർ വളരെ സ്ട്രോങ് വേർഡഡ് ആയിട്ടാണല്ലോ എല്ലാ ലേഖനങ്ങളും എഴുതുക. അങ്ങനെ എഴുതിയത്. അപ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, പെട്ടെന്ന് ആ അന്തരീക്ഷം ചെതറി. അവരുടെ ഒരു ശേഖർ കപൂറൊക്കെ ചേർന്ന ആ ഒരു സിനിമാ ലോകത്ത്, ഇവരുടെ സിനിമ തിരക്കഥയൊക്കെ എഴുതിയിട്ട് ഇവർ സിനിമാ ലോകത്ത് തന്നെയാണ് ഉള്ളത്. അതിനകത്തൊക്കെ ഇളകുന്നതും അങ്ങനെ ആളുകളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, ഒരു സൊസൈറ്റിയെ ഡിസ്റ്റർബ് ചെയ്യുക എന്ന പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിൽ
അത് ചെയ്യുകയാണ് ഇവരെല്ലായ്പ്പോഴും ചെയ്യുന്നത്. ഇപ്പം നോവൽ എഴുതിയിട്ട് സാഹിത്യത്തിൻ്റെ മേഖലയിൽ ആ മട്ടിലേക്ക് അങ്ങ് പോവുകയല്ലോ ചെയ്തത്. പിന്നീട് കോൺഗ്രസ് സർക്കാരുകൾ, മൻമോഹൻ സർക്കാരുകളുടെ കാലത്ത് ഈ പറയുന്ന നക്സലേറ്റ് മാവോയിസ്റ്റുകളൊപ്പമുള്ള യാത്ര, നക്സലേറ്റുകൾക്കൊപ്പമുള്ള യാത്ര, പിന്നെ നമ്മുടെ ഈ ഖനി, ഇത്തരം മൈനുകൾക്കെതിരെയുള്ള വലിയ തോതിലുള്ള എഴുത്ത്, അങ്ങനെയൊക്കെ ആയിട്ട് ആ കാലത്തെ കോൺഗ്രസ് സർക്കാരുകളെയും ഇവർ വല്ലാത്ത തോതിൽ ഡിസ്റ്റർബ് ചെയ്തു. ഇപ്പോൾ പിന്നെ പറയേണ്ടതില്ല, ഈ നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള അവരെ സർക്കാരിൻ്റെ അതെ അതെ അഫ്സൽ ഗുരു ഇങ്ങോട്ട് ഒരു പൊതുസമൂഹത്തിന് അറിയുന്ന ചുരുക്കം ആളുകൾ പോലും വിമർശിക്കരുതെന്ന് ഭയന്നിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അരുന്ധതി റോയിയുണ്ട്. ഇപ്പം നമ്മൾ ഒരു ആദരവോടെയും സ്നേഹത്തോടെയാണ് അവരെക്കുറിച്ച് പറയുന്നതെങ്കിൽ അവരെ അങ്ങേയറ്റം വെറുപ്പോടെയും, അവർ ഇന്ത്യക്ക് ഏറ്റവും വലിയ ശത്രുവാണ്, ഇന്ത്യയോട് അവർക്ക് കടുത്ത ശത്രു, ഇന്ത്യ വെട്ടിമുറിക്കാൻ നിൽക്കുന്ന ഒരു ഭയങ്കര തീവ്രവാദിയായിട്ടുള്ള സ്ത്രീയാണ് എന്ന് അവരെപ്പറ്റി വിചാരിക്കുന്ന എത്രയെത്രയോ ആളുകളുണ്ട്, കേരളത്തിലടക്കമുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ എണ്ണം കൂടിയിട്ടുണ്ട്. അവർ ഓരോരോ ഉദാഹരണങ്ങൾ നമ്മളിപ്പോൾ അവരെ പറ്റി നല്ല സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പറയുമ്പോൾ അവർ നേരെ എതിർത്തൊരു 100 കാര്യങ്ങൾ പറയും. അപ്പോൾ അവർക്ക് അത്രമാത്രം വലിയ ഹെയ്റ്റേഴ്സ് ഉള്ള ഒരു സ്ഥലത്തും, പക്ഷേ അവർ വളരെ ഈ പുസ്തകത്തിൻ്റെ ആകത്തുകയായിട്ട് ഞാൻ ഓരോ വായനക്കാരും അവരവരുടെ ആംഗിൾ എടുക്കുമെന്ന് പറയുന്ന പോലെ എൻ്റെ ആംഗിള് ഇത് അവർ വളരെ സ്നേഹത്തെക്കുറിച്ച് എഴുതുകയാണെന്നാണ്. അതായത് അവർക്ക് വെറുക്കാൻ, ലോകത്തെ വെറുക്കാനും പിന്നെ ഈ പറയുന്ന അമ്മയെയും മറ്റും വെറുക്കാനും ഒക്കെ നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇപ്പോൾ അവരെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെ വായിച്ചാൽ നമുക്ക് അത്തരം ജീവിത സാഹചര്യങ്ങളിലൂടെ വന്ന ആളുകൾക്ക് വെറുപ്പ് തന്നെയാണ് തോന്നുക. പക്ഷേ അവർ ആത്യന്തികമായിട്ട് സ്നേഹത്തിലേക്ക് എത്തുക ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവരാകെ പരിശുദ്ധ മാലാഖയായിട്ട് ആരെ എതിർക്കുന്നില്ല എന്നൊന്നുമല്ല, അവർ വളരെ സ്ട്രോങ് ബേർഡനായിട്ട് ആളുകളെ വിമർശിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അരുന്ധതി മേരി റോയി അവിടെ ഒരു പള്ളിക്കൂടം നടത്തുമ്പോൾ അതിനെതിരെ അവരെ ഏറ്റവും കൂടുതൽ ബ്യൂറോക്രാറ്റിക്കായിട്ട് ഉപദ്രവിച്ച ആളാണ് നമ്മുടെ അൽഫോൺസ് കണ്ണന്താനം. അന്ന് അവിടെ കളക്ടറായിരുന്നു. അൽഫോൺസ് കണ്ണന്താനത്തെ പേര് പറയാതെ ഒരു അധ്യായം മുഴുവൻ ആ സ്കൂളിനെതിരെ, അവിടെ സ്കൂളിൽ ഒരു നാടകം നടത്താൻ പോയപ്പോൾ അതിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും ഒക്കെ, അതിനെതിരെ കോടതിയിൽ പോയതും ഒക്കെ അവർ വളരെ നിശിതമായിട്ട് തന്നെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനെയും സുഖിപ്പിച്ചങ്ങ് പോവുകയല്ല, മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും നല്ല നിശിത വിമർശനം. ഈ ബുക്കിൽ തന്നെ പിന്നെ മുൻപ് നോവൽ EMSനെ വിമർശിച്ചതിനെ കുറിച്ച് അതിനകത്താണ് എനിക്കൊരു വായനക്കാരൻ എന്നുള്ള നിലക്ക് അവർ കുറച്ചുകൂടെ പറയേണ്ടതായിരുന്നു എന്ന് തോന്നിയ ഒരു കാര്യം അതാണ്. അതായത് ഒന്ന്, EMS നമ്പൂതിരിപ്പാട് ഒരു റിയൽ എസ്റ്റേറ്റ്, അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പണത്തിന് വേണ്ടിയിട്ടും റിയൽ എസ്റ്റേറ്റ് പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെയൊക്കെ ഉപയോഗിച്ചു എന്നുള്ള മട്ടിലുള്ള പരാമർശം EMS നമ്പൂതിരിപ്പാടാണെന്ന്, കോമ്രേഡ് നമ്പൂതിരിപ്പാടെന്ന് മറ്റാണെന്ന് പറയുന്നത് ആ നോവലിലൊരു പരാമർശമുണ്ട്. ആ കാലത്ത് കേരളത്തിൽ വലിയ തോതിലുള്ള വിമർശം, പ്രത്യേകിച്ചും CPMൻ്റെ വലിയൊരു ആധിപത്യമുള്ള സാംസ്കാരിക ലോകത്തു നിന്ന് വലിയ വിമർശം അരുന്ധതി റോയിക്കെതിരെ ആ കാലത്ത് തന്നെ ഉണ്ടായി. അപ്പം EMS തന്നെയും ലേഖനം എഴുതി, നിശ്ചിതമായിട്ടുള്ള വാക്കുകളാൽ EMS ലേഖനം എഴുതി. EMS എന്ന് വെച്ചാൽ അന്ന് ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക ഫിഗറാണ്. CPMൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള ആൾക്ക് മാത്രമല്ല, അദ്ദേഹം വലിയൊരു സാംസ്കാരിക ഫിഗറാണ്. ലിറ്ററേച്ചറിനെ പറ്റിയൊക്കെ അദ്ദേഹത്തിൻ്റെ എഴുത്തെന്ന് വെച്ചാൽ ആ ലിറ്ററേച്ചർ ലോകം ആകെപ്പാടെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അദ്ദേഹം വളരെ നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ട് എഴുതി. അതേക്കുറിച്ച് സത്യത്തിൽ അതിനകത്ത് അരുന്ധതി റോയി ഒരു മോശം കാര്യം ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാനും. അതിപ്പോൾ അവരുടെ വായിക്കുന്ന ആളുകൾക്കെല്ലാം അതിനകത്ത് കുറച്ച് കടന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അതേക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും. പക്ഷേ അതേക്കുറിച്ച് അവർ ഈ പ്രകാശന ചടങ്ങിൽ CPMമാരെ എതിർത്തതും കമ്മ്യൂണിസ്റ്റുകളെ എതിർത്തതും ഒക്കെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ഒരു വരിയോ മറ്റോ ഉള്ളൂ. അതായത് എനിക്ക് ആദരവുണ്ടായിരുന്നു, പക്ഷേ ഭക്തി ഉണ്ടായിരുന്നില്ല എന്ന്. EMSനെ കുറിച്ചാണോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചാണോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിലുള്ള സർക്കാരിനെ കുറിച്ചാണോ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പറയാൻ പറ്റാത്തത് ഒരു വരിയേ ഉള്ളൂ. എനിക്ക് അവരോട് ഭക്തി ഉണ്ടായിരുന്നില്ല, പക്ഷേ ആദരവുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. അല്ലാതെ അതിനൊരു അത് പിന്നെ അവരുടെ ഒരു സ്വാതന്ത്ര്യമാണ്, ഫിക്ഷനിൽ അവർക്ക് എടുക്കാവുന്ന ഒരു സ്വാതന്ത്ര്യമാണ്. പക്ഷേ അത് റിയൽ ലൈഫിലെ ആളുകളെ ചിത്രീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് അതെ അതെ ആ നിലക്കൊരു കൂടുതൽ വിസ്തീർണം വേണം എന്ന് നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യമേ ഉള്ളൂ. നമ്മളിതെല്ലാം പറയുമ്പോൾ പിന്നെ നമ്മുടെ ഒരു ഓർമ്മ പുസ്തകത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടും നല്ല വാക്കുകളൊക്കെ, അവരുടെ ഭാഷ ഭയങ്കര മനോഹരമായിട്ടുള്ള ഭാഷയാണല്ലോ. അത് ഇംഗ്ലീഷിൽ എന്ന് വെച്ചാൽ ഭയങ്കര രസമുള്ള, ഇപ്പം നമ്മൾ ഇംഗ്ലീഷിനോട് പ്രാഥമികമായിട്ട് ഇംഗ്ലീഷ് വായിച്ച് മാത്രം മനസ്സിലാക്കുന്ന ആൾക്ക് പോലും, അല്ലെങ്കിൽ ഞാൻ പറയുന്ന വലിയ ഗഹനമായിട്ടുള്ള ഇംഗ്ലീഷ് ഫിക്ഷൻ വായന ഇല്ലാത്ത ആളുകൾക്ക് പോലും വളരെ ഭംഗിയായിട്ട് അനുഭവപ്പെടുന്ന വാക്കുകളിലൂടെ അവർ പറയുക. സ്വാഭാവികമായിട്ട് ഇതൊരു ഓർമ്മ പുസ്തകം കൂടി ആയതുകൊണ്ട് അത് അതിൻ്റെ ഒരു പീക്കിലേക്കാണ് അവരുടെ ഭാഷ എത്തിയത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു പുസ്തകം ഇറങ്ങിയപ്പോൾ തന്നെ, ഇറങ്ങിയതിന് ശേഷം വിമർശനങ്ങളല്ല വന്നത്, വലിയ ആരാധനയോടെയുള്ള എഴുത്തുകളാണ്, റിവ്യൂ ലോകത്തെമ്പാടുമായിട്ട് വന്നത്. വലിയ തോതിൽ വിൽക്കുകയാണ് എന്നാണ് കാണുന്നത്. ഒന്ന്, ഈ കവറൊക്കെ ഭയങ്കര രസമുള്ളതാണ്, നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഭയങ്കര ഗംഭീര പ്രൊഡക്ഷനാണ്. സമീപകാലത്ത് ലോക സാഹിത്യ മേഖലയിൽ തന്നെയും വന്നിരിക്കുന്ന നല്ല ബുക്ക് പ്രൊഡക്ഷൻ ഒന്നാണെന്നാണ് ആ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്നത്. പിന്നെ എഴുത്ത് ഭയങ്കര കാവ്യാത്മകമാണ്. ഇപ്പോൾ ഞാനൊരു ഭാഗം, പല ഭാഗങ്ങളുണ്ട്, പെട്ടെന്ന് കിട്ടിയൊരു ഭാഗം ഞാനങ്ങ് വായിക്കാം. ഇവർ 15ാമത്തെ വയസ്സിൽ ഇവരുടെ ആദ്യത്തെ ലവറെ കാണുന്നത് എഴുതുകയാണ്. ലാറി ബേക്കറിൻ്റെ അടുത്തേക്ക് ഇവരും അമ്മയും എല്ലാം കൂടെ പോകുന്നൊരു കാര്യമുണ്ട്. അവിടെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്, കോട്ടയം തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അതൊരു ലോങ് രസമുള്ളൊരു അധ്യായമാണ്. അവിടെ വെച്ചാണ് പിന്നീട് അവരുടെ ആദ്യത്തെ കാമുകനായി മാറാൻ പോകുന്ന ചെറുപ്പക്കാരനെ അവരവിടെ വെച്ച് കാണുന്നത്. അപ്പോൾ അവർ അത് എഴുതുന്നത് ഇങ്ങനെയാണ്. ഒരു യങ് അസിസ്റ്റൻ്റാണ് ലാറി ബേക്കറുടെ ഈ ചെറുപ്പക്കാരൻ. അപ്പം
The young assistant threaded his way through the little heaps of building material on the site. ഒരു വർക്ക് നടക്കുന്ന സൈറ്റിൽ വെച്ചാണ് കാണുന്നത്. അവിടെ നിന്ന് വരിക. I couldn't believe it. He was Jesus. He was rock and roll. And he had walked on water all the way from Woodstock to Kerala just to meet me. I was nearly 50. He was 19. And for the first time in my life, I understood what sexual desire was. My brain, my heart, my soul all parked themselves in my groin. He had long, lank Jesus hair, a Jesus beard, and a lean, flat, easy-walking Jesus body. Brown Jesus, I mean, not the geographically relocated, genetically modified blonde one. Apart from a black sarong, he was bare-bodied and barefoot. As he came up to the van, he casually stubbed out the beedi he was smoking on the calloused heel of his foot. I died. എന്നാണ്. അരുന്ധതി റോയുടെ ഈ ബുക്കിനെ കുറിച്ചുള്ള ഒരു സമഗ്രമായ വിശകലനം തന്നെയാണ് ഈ ബോണസ് കണ്ടന്റ് ഇവിടെ നടത്തിയിരിക്കുന്നത്.